ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നല്ലേ? അതിനകത്ത് ഞാനൊരു കമന്റ് ഇട്ടായിരുന്നു. താങ്ക് യു. ഇതെന്താണ് ലാസ്റ്റൊക്കെ ഇങ്ങനെ പറയണ? ഇതിനെന്താണ് ഇത്രയും മാത്രം എന്ന് ഞാൻ വിചാരിച്ചു. കാണുന്ന എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ. വെൽക്കം ബാക്ക് ടു എക്സ്കാസ്റ്റ്. സോ കോണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷൻ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏതൊരു ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എക്സ്കാസ്റ്റിൻ്റെ സീരീസിൽ നമ്മൾ എങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുക, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ പല ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ജേർണി അവർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ദർശിനി എന്ന് പറയുന്നൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റിയിരിക്കും. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ ചെറുപ്പം മുതലേ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ ഈ അടുത്താണ് കോണ്ടന്റ് ക്രിയേറ്റർ ജേർണിയിലോട്ട് ഇറങ്ങിയതും അത്യാവശ്യം വൈറലാവുന്നതും. അവൾ എന്താ പറയുക, നമുക്ക് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്നായിരുന്നു വൈറലായത്. എനിക്ക് തോന്നുന്ന ഒരു 1 മന്തിനുള്ളിൽ നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് അവളുടെ ആ ഒരു ജേർണി, ദർശിനിയുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയേണ്ടത് നമുക്ക് ദർശിനി ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ മേ ബി കൂടുതൽ ദർശിനെ പറ്റി ഞാൻ പറഞ്ഞേക്കാൾ നല്ലത് ദർശിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തോളൂ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ കോളിംഗ് മീ ഹിയർ. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ദർശിനി എന്നാണ്. ഞാൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓഫീസറായിട്ട് കോയമ്പത്തൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ലിറ്ററലി വർക്ക് ഫ്രം ഹോമാണ്. കൂടെ തന്നെ ഈ പ്രൊമോഷൻസും അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് നടക്കുവാണ് ഇപ്പോൾ. ഓക്കെ, കൂൾ. ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലേ ഈ ഒരു ഫീൽഡ്? ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, കുറേ പേരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ് ഫ്രീയും കൂടിയാണല്ലോ ഇപ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് അതിൽ ഇഷ്ടമുള്ള നിഷ് ചെയ്യുമ്പോൾ അല്ലേ. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ എല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഇത് പറയാൻ പറ്റുമോ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്? ഫസ്റ്റ് ഞാൻ ടിക്ടോക്കിലായിരുന്നു വരുന്നത്. അപ്പോൾ റീൽ നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് റീൽ ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് റീൽ ഇറങ്ങിയപ്പോഴും നമുക്ക് അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം അത് പോയതിൻ്റെ ഒരു സങ്കടത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഓക്കെ നമുക്കൊന്നത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തൊരു സംഭവമാണത്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തപ്പോൾ വലിയ റീച്ചൊന്നും കിട്ടിയില്ല. ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ചെയ്തില്ലായിരുന്നു. എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് ഇടുക, വെറുതെ പോസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതൽ ഈ ഡബ് സ്മാഷ് ഒക്കെ പോലത്തെ വീഡിയോസ് ഇല്ലേ, നമ്മൾ ജസ്റ്റ് ഡയലോഗൊക്കെ പറയുന്നത്, അതാണ് മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ തോന്നി മേ ബി ഇത് നമുക്ക് വർക്കൗട്ട് ആവില്ലെന്ന് തോന്നിയിട്ട് കുറച്ചൊരു പോയിന്റ് വരെ ഞാൻ വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. ഒരു ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇപ്പോൾ ചെയ്യാനൊന്നുമില്ല. ഞാൻ വിചാരിച്ചു മേ ബി വീണ്ടും നമുക്ക് തുടങ്ങുവാണെങ്കിലോ, ജസ്റ്റ് ലൈക്സിനോ റീച്ചിനോ വേണ്ടിയിട്ടല്ല, എനിക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് കുറച്ച് വൈറലായി. പിന്നെ ഞാനതൊരു പ്രൊഫഷനായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ അതിക്ക് മുന്നേ ടിക്ടോക്ക് ആയിരുന്നു. ഞാൻ പണ്ട് കുറേ ടിക്ടോക്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടിക്ടോക്ക് പോയപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? ടിക്ടോക്ക് പോയപ്പോൾ സങ്കടമായിരുന്നു. കാരണം കുറച്ച് ഗ്രോ ആയി വരുന്ന സമയത്താണ് അത് ബാനാക്കി കളഞ്ഞത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തതും. അവിടെ ഇപ്പോൾ അവിടുത്തെ ജേണി ഇപ്പോൾ തുടങ്ങി. ഇപ്പോൾ ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അതായത് മേ ബി ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഈ റെക്കഗ്നേഷനും അതേപോലെ തന്നെ കുറച്ച് ഇൻബോക്സിൽ വരുന്നുണ്ട്, യോ വീഡിയോസ് ആർ റിലേറ്റബിൾ, യോ വീഡിയോസ് ആർ മേക്കിംഗ് മീ ഹാപ്പി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് ദാറ്റ് മോർ ദാൻ ഫോളോവേഴ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കുറേ പേര് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞ എക്സ്പീരിയൻസ് ഇതാ. കാരണം ബാക്കിയുള്ള കാണുന്ന ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് റീലാണ് ആദ്യമായിട്ട് വൈറലായത്? ഇപ്പോൾ കുറേ റീൽ ഇട്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ കുറേ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതൊരു കോണ്ടന്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തൊരു റീലേ അല്ല. ഞാൻ കഷ്ടപ്പെട്ട് കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി ചെയ്ത റീലൊന്നും അധികം റീച്ച് ആയിരുന്നില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഫോട്ടോ ഗാലറിയിൽ നമുക്ക് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പാർട്ടായിട്ട് എൻ്റെ അനിയൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഇങ്ങനെ ചെയ്തത് ഇടുവാണെങ്കിൽ, അന്ന് ഇടാനൊന്നും ഉണ്ടായില്ല, അത് വേറെ കാര്യം. അപ്പം ഞാൻ ഇട്ടതാണ്. ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞാൽ യൂസസ് ഓഫ് ബ്രദർ ഈവൻ ഹി ഈസ് യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു. അതായിരുന്നു തീം. അപ്പം ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻസ്റ്റ തുടങ്ങിയപ്പോൾ കുറേ ലൈക്സും കുറേ കമന്റ്സ് ഒക്കെ വന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ചെയ്യുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്, മേ ബി ഇങ്ങനത്തെ ആയിരിക്കാം എൻ്റെ ഓഡിയൻസ് പ്രിഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിനക്ക് അടുത്തറിയാവുന്നല്ലോ പറയാം, അതിൻ്റെ ഗ്രോത്ത് വളരെയധികം പെട്ടെന്നായിരുന്നു.
മീൻസ് കൈൻഡ് ഓഫ് എനിക്ക് തുടക്കത്തിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടെന്നായിരുന്നു 10K അടിച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയത്. അതെന്തായിരുന്നു പെട്ടെന്ന് ഈ ഒരു വീഡിയോ വൈറലായ എൻ്റെ ബേസിലായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വീഡിയോ വൈറലായെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടത്തില്ല. നമ്മൾ ഒരു വീഡിയോ ആയി കഴിഞ്ഞാലും ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഗ്രോ ആയി വരുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയാലും അത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു 1 മില്യൺ വ്യൂ അടിച്ചാലും നമ്മളൊരു 5 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോന് ഒരു 1K പോലും അടിക്കത്തില്ല. അത് ഞാൻ ചെയ്ത് നോക്കിയത് കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ പീപ്പിൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓഡിയൻസിന് ഇഷ്ടമാണല്ലോ. ചിലത് വൈറലാവും, ചിലത് ആവത്തില്ല, ചിലത് 10K ആയിരിക്കും, ചിലത് 1 മില്യൺ അടിക്കും. അങ്ങനെ ഒരു സൈമൾട്ടേനിയസ്ലി പോകുന്നൊരു സംഭവം. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് കീ. അതിപ്പോൾ ഏതൊരു കാര്യം എടുത്താലും കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആയാലും എന്തായാലും. അപ്പോൾ എന്തോരം സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും. മീൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താൽ മാത്രം പോരല്ലോ, ഐഡിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൺഡേയ്സിൽ എടുക്കും. സൺഡേ ആണെങ്കിൽ ഇപ്പം എനിക്ക് എന്തൊക്കെ കോണ്ടന്റ് ഉണ്ടോ അത് ഞാൻ ഒരുമിച്ചെടുത്ത് വെക്കലാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ കൂടുതലൊരു സ്ഥലത്ത് പോയി അഭിനയിക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ. കൂടുതൽ ഞാൻ മിററായിട്ടും സെൽഫായിട്ട് സംസാരിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ ചെയ്ത് വെക്കും, എന്നിട്ട് ഒന്നൊന്നായിട്ട് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം ഒരു കണ്ടന്റ് മതി, അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോൺലിനെസ് ആണ് ഇതിനകത്തോടെ എത്തിച്ചെന്നാ പറയുന്നത്. ബോറടിയാണ് സത്യം പറഞ്ഞാൽ. ഈ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്യാമെന്ന് എനിക്കൊരു തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തു. കഴിവോടെ കണ്ടെത്തി. അതെ, ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, പക്ഷേ അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ അൽഗോരിതം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനൊരു മാർക്കറ്ററാണ്, ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഇത് അങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ അൽഗോരിതം മാറുന്നതനുസരിച്ചിട്ട് കണ്ടന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സ് പുതിയത് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്കങ്ങനെ വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ടൈം മാറ്റിയിട്ടപ്പോൾ വ്യൂസ് കുറഞ്ഞു. ആ ഒരു അൽഗോരിതത്തിന്റെ ഗ്രാഫിന്റെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻ്റെ ഇൻസൈറ്റ്സിൽ കാണിക്കുന്നത് 12 AM പിന്നെ അതുപോലെ തന്നെ 6 PM ആണ്. അപ്പം എൻ്റെ കൺവീനിയൻറ്റ് 6 PM ആണ്. കാരണം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നിട്ട് പോസ്റ്റ് ചെയ്തതാണ് നല്ലത്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചെയ്തത് 7:30 അത്രയും ഡിഫറൻസ് വന്നപ്പോൾ തന്നെ ആ ഇൻസൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ഗ്രാഫ് നല്ല രീതിയിൽ ഡൗൺ ആയതുപോലെ കണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ആ ഒരു നമ്മൾ ദിവസം പോസ്റ്റ് ചെയ്താൽ പോലും ആ ഒരു ടൈമിങ്ങിൽ ചെയ്തില്ലെങ്കിൽ നല്ല ഡിഫറൻസ് വരുമെന്ന് എനിക്ക് അന്നാണ് തോന്നിയത്. കൺസിസ്റ്റൻസി കീപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ഗ്രാഫ് ഒക്കെ നല്ലപോലെ അനലൈസ് ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ട്. എന്നാലേ ബെറ്റർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ആൽഗോരിതം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി. അത് ഓരോ വീഡിയോസിൽ നമുക്ക് ഇൻസൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ കോണ്ടന്റ് വന്നിട്ട് ഏത് ജെൻഡർ ആണ് പ്രിഫർ ചെയ്യുന്നത്, ഏത് നാട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതൽ തമിഴ് കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നത്. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അങ്ങനെ ചെയ്യുന്നത്. കാരണം എൻ്റെ ഓഡിയൻസ് വന്നിട്ട് മെയിൻലി ചെന്നൈ ആണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ അവർക്കും കൂടി സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ മനസ്സിലായി. ആ റിട്ടൻഷൻ കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ്. അപ്പോൾ ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ, പുതിയ മീൻസ് ഈ അൽഗോരിതം ക്രാക്ക് ചെയ്യാനും പുതിയ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? കോണ്ടന്റ് ഉണ്ടാക്കുന്നതിലും ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേണിയിലും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലും ഉണ്ട്, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. ഫസ്റ്റ് ഒക്കെ ഞാൻ അവരെ ഇൻക്ലൂഡ് ചെയ്തു. അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നല്ലേ? നല്ല സപ്പോർട്ടീവ്. ആദ്യമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇപ്പൊ ഗ്രോത്ത് ആവുമ്പോൾ അമ്മ തന്നെ വന്ന് ചോദിക്കും നമുക്ക് ഇത് ചെയ്താലോ അത് ചെയ്താലോ എന്ന്. അവർ തന്നെ ഐഡിയാസ് തരുന്നുണ്ട്. ആ സപ്പോർട്ടൊക്കെ കൂടിയിട്ടാണ് കൂടുതൽ. അതാണ് ചോദിച്ചത്. അതായത് ഈ ഐഡിയാസിനൊക്കെ വേണ്ടിയുള്ള ഇൻപുട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഫ്രണ്ട്സിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, സജഷൻസ് നമുക്ക് ബെറ്റർ ആക്കാനുള്ള ഇത് കിട്ടും. എല്ലാം ക്ലബ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഔട്ട്കം എനിക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ട് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു നീ അമ്മയായിട്ടൊരു കണ്ടന്റ് ഇട്ടായിരുന്നു ഫസ്റ്റ്. അതാണ് ആയത്. മീൻസ് അതിനകത്ത് ഞാനൊരു കമന്റ് ഇട്ടായിരുന്നു. ആ കമന്റ് എന്തോ വൈറലായിട്ട് എനിക്ക് എൻ്റെ കുറെ കൂട്ടുകാരൻ മീൻസ് ഏതൊരു പുതിയത് ചാനൽ അത് ഇട്ടായിരുന്നു. ആ കമന്റ് മാത്രം എടുത്തിട്ട് എനിക്ക് എൻ്റെ കുറെ കൂട്ടുകാരന്മാർ എനിക്കത് അയച്ചു തന്നായിരുന്നു. ഈ അമ്മാനോസ് എന്തോ ഞാനത് ഇട്ടിരുന്നു. അപ്പോൾ ഇത് വൈറലായി തുടങ്ങിയപ്പോൾ ഈ വേറെ പേജിലൊക്കെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അവർ അവരുടെ ഓഡിയൻസിന് വേണ്ടി അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജേണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ? കേൾക്കുന്ന ആൾക്കാർക്ക് എന്നല്ല, എല്ലാവർക്കും തോന്നും. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ വൈറലാവാം, ഞാനെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇവനത് വൈറലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളൊരു ടിപ്സ് എന്തായിരിക്കും?
ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഷുഡ് നോട്ട് ഗിവ് അപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഫസ്റ്റ് ഒരു 10 വീഡിയോസ് നമ്മൾ ഇടുന്നതിൽ 11ാമത്തെ വീഡിയോ ആയിരിക്കും നമുക്ക് വൈറലാവുന്നത്. അപ്പോൾ 10 വീഡിയോസ് ഇട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഓഡിയൻസിൽ ഇത് റീച്ച് ആവും. ഓൺസ് റീച്ചായി കഴിയുവാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നമ്മുടെ ഓഡിയൻസിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രൈ ടു എൻഗേജ് യുവർ ഓഡിയൻസ് എന്നാണ്. അവർ ഒരു വീഡിയോ കാണുമ്പോൾ ഇതെന്തെന്നാന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് പോകാണ്ട് ലാസ്റ്റ് എന്ത് ആയിരിക്കും, ഈ വീഡിയോൻ്റെ എൻഡ് എന്തായിരിക്കും എന്നൊരു കോൺസെൻട്രേഷൻ അവർക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാം അവർക്ക്. അതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഒരു വീഡിയോ ആണ്, അതെന്താണ് റീലാണോ ചെയ്യുന്നത്, അതൊരു പുച്ഛമായിട്ട് കാണാണ്ട് അതൊരു പ്രൊഫഷനാണല്ലോ, നമ്മൾ അതിന് ഇത്രയും സമയം കളയുന്നുണ്ട്, നമ്മുടെ എനർജി കളയുന്നുണ്ട്, നമ്മുടെ സ്കില്ല് അതിലിടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആരുടെയൊക്കെ പുച്ഛം നമ്മൾ കേട്ടാലും അതൊന്നും അല്ലാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുടെ നോക്കിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് പൊട്ടേ ആയിക്കോട്ടെ, കോണ്ടന്റ് പൊട്ടേ ആയാലും അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അത് റിലേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് നമുക്ക് എന്താണോ തോന്നുന്നത് അത് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഗ്രോത്തിന്റെ മെയിൻലി എന്ന് പറയുന്നത്. ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക. കമന്റ് വരും, എല്ലാ നെഗറ്റീവ് വരും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സാ. മേ ബി കുറെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് വൈറലാവുന്ന കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതാ. ചിലപ്പോൾ നെഗറ്റീവ് കൊണ്ട് ഫിറ്റ് ആയാലോ, നമുക്കതല്ലേ പറ്റും. കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമല്ലോ. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എന്തോരം നാളെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനാക്കി എടുത്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഓക്കെ, അത് ഫസ്റ്റ് ഇങ്ങനെ പ്രൊഫഷനായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഒരു 1 month ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ വെറുതെ, ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻ്റ് അല്ലാണ്ട് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റ്, ഈ അനിയൻ്റെ ഒരു പോസ്റ്റ് വൈറലായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ മേ ബി എനിക്കത് ചെയ്യാൻ പറ്റും, ഇതാണല്ലോ എനിക്കിപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 1.5 മാസം ആയി ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്റ്റീവായിട്ട്. ഈ ഒരു ടൈമിൽ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടാവില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ജോലിയുണ്ട്, വേറെ കാര്യങ്ങളുണ്ട്, ഫാമിലി കാര്യങ്ങൾ കുറേയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഫേസ് ചെയ്ത പ്രോബ്ലംസ് അതെങ്ങനെ തരണം ചെയ്ത്? പ്രോബ്ലംസ് ആയിട്ട് ഞാൻ അധികം ഫേസ് ചെയ്തില്ല. കാരണം എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കുറവായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അത്രയ്ക്ക് നമ്മൾ നെഗറ്റീവായിട്ട് കോപ്രായങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഉള്ള ഒരു പ്രോബ്ലം മീൻസ് ഇപ്പോൾ വർക്കും ഇതും കൂടി മാനേജ് ചെയ്ത് പോവുക. ഓക്കെ, അതാ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സൺഡേ ആണെങ്കിൽ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ സാറ്റർഡേ സൺഡേ ഞാൻ ഫ്രീ ആയിരിക്കും. ആ സമയത്താണ് ഞാനിത് മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് 5 കഴിഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് വർക്ക് ചെയ്യേണ്ട ആ കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഞാൻ അതിന് ടൈം മാനേജ്മെൻ്റ് ആണ് മെയിൻലി വേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ 2 എണ്ണമായിട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അടുത്ത ദിവസം എനിക്കറിയില്ല, നാളെ ഇപ്പോൾ എനിക്ക് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാനത് ചെയ്ത് വെക്കും, 2 വീഡിയോസ്. അപ്പോൾ ഇന്നും പോസ്റ്റ് ചെയ്യാം, നാളെയും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കൊണ്ടുപോകും. പിന്നെ ഈ ഒരു ടൈം സ്പാനിൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന്? എനിക്കിപ്പോൾ നിലവിൽ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺടാക്ട്സ് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് കുറേ പേര് വരുന്നുണ്ട്. കോൺടാക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരുടെ കോൺടാക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊളാബ് ആണെങ്കിലും നമുക്ക് കൂടുതൽ ആ കോൺടാക്ട്സ് ആണല്ലോ നമുക്ക് വേണ്ടത്. കൊളാബ് ചെയ്തിട്ടാണ് കുറേ പേര് ചെയ്യുന്നുണ്ടല്ലോ, കൊളാബ് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊമോഷണൽ വീഡിയോസ് ആണ് കൂടുതൽ വന്നേക്കുന്നത് എനിക്ക്. പിന്നെ ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ കറന്റ് വന്നേക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു റവന്യൂ മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ജോലി നിർത്തിയാലും ഇതൊരു പ്രൊഫഷനാക്കി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണ് ചിന്തിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാൻ. രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഒരു പ്രൊഫഷണലായിട്ട് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് കിട്ടണം. ഇപ്പം തന്നെ നമുക്കത് പ്രൊഫഷണൽ ആക്കാനുള്ള ഇതിലല്ല. മേ ബി ഒരു പക്ഷേ ആ റവന്യൂ കിട്ടി തുടങ്ങുമ്പോൾ എനിക്ക് അതിലോട്ട് പോവാം. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലോ. ടൈം മാനേജ്മെന്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഗിവ് അപ്പ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് രണ്ടും കൊണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പേഴ്സണലി. ഇട്ടേക്കണ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കണ വീഡിയോ എന്തോരുണ്ട്? അത് ഒരു 4-5 മില്യൺ അടിച്ചത് 4-5 ഉണ്ട്. അടിച്ച 4-5 ഉണ്ട്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മറ്റൊരു 2 എലമെന്റിന്റെ പേരിട്ടിട്ട് മറ്റേ ക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവല്ലേ, കോപ്പർ ആൻഡ് ടെലിവറി. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാൻ തോന്നുന്നത്. കോപ്പർ ആൻഡ് ടെലിവറി എന്ന് പറഞ്ഞതിലാണ് 15.9 മില്യൺ എന്തോ കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ മറ്റൊരു കുഴിമന്തിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്ലൈസ് ഓഫ് സ്പൈസിന്റെ. അപ്പം അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഇൻഡസ്ട്രി നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊരു പ്രൊഫഷനാക്കി ഇനിയുള്ള ആൾക്കാർക്ക്, ഇത് കാണുന്ന ആൾക്കാർക്കായാലും പുതിയൊരാൾക്കായാലും ഇത് എടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണോ?
അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? കോണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ കയറുന്ന ഒരാൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. ഇപ്പോൾ കുറേ നമ്മൾ സിനിമ നോക്കുമ്പോൾ തന്നെ കുറേ പേര് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. മറ്റൊരു പാട്ട് പാടി വൈറലായ ഒരു ചേട്ടനില്ലേ, ഇപ്പോൾ കുറേ പേര് കയറുന്നുണ്ട്, തല്ലുമാലയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് എൻ്റെ അറിവിൽ അതൊരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ പറ്റത്തില്ല, ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എടുക്കാം, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കാം. ഭാവിയിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അത് നമ്മുടെ കഴിവൊക്കെ ബാക്കിയുള്ളവരിലൊക്കെ കാണിക്കാനായിട്ടും അത് തെളിയിക്കാനായിട്ടും. അത് കണ്ടിട്ടാണ് നമുക്ക് കൂടുതൽ പേര് വിളിക്കുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ഫിലിമിലായാലും സിനിമയിൽ തന്നെ കുറേ പേര് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ അല്ലാത്തവർ പോലും സിനിമയിൽ കയറിയിട്ടുണ്ട്. ലൈക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലാണ്ട് ജസ്റ്റ് ഡബ് സ്മാഷ് ഒക്കെ ചെയ്യത്തില്ലേ, പാട്ടൊക്കെ ഇട്ട് കളിക്കത്തില്ല, അവർ പോലും കയറുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്പർച്യൂണിറ്റീസും പിന്നെ അവർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, അതാണ് മെയിൻലി നമുക്ക് വേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തോട്ട് ഇരുന്ന കിട്ടുമെന്നാ പറയുന്നത്. ഒബ്വിയസ്ലി കിട്ടും. ഇപ്പോൾ ഷോർട്ട് ഫിലിമിന്റെ കേസ് പറഞ്ഞല്ലോ, എന്നാ ഷോർട്ട് ഫിലിംസ് ഒക്കെ തന്നെ ഷോർട്ട് ഫിലിംസ് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് പോയില്ല. ഇപ്പം ഞാൻ കൂടുതൽ പ്രൊമോഷണൽ വീഡിയോസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2021 കഴിയാറായി, എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോൾ 2024 തുടങ്ങുമ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് 2024 വെച്ചേക്കുന്ന ഗോൾസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോണ്ടന്റ്സ് നല്ല രീതിയിലാക്കണം എന്നുണ്ട്. ഇപ്പം ഞാൻ ഫോണിലൊക്കെയാണ് ജസ്റ്റ് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ആക്കണം എന്ന് എനിക്കുണ്ട്. അതിന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ കുറേ ഈവൻറ്റ്സ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇൻഫ്ലുവൻസിൻ്റെ ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മളെ കുറച്ചും കൂടി പേര് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ സിനിമക്ക് കയറണം എന്നല്ലെങ്കിൽ പോലും പിന്നീട് ഒരു ആവശ്യത്തിന് അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. ജസ്റ്റ് എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളെ പോലെ തന്നെ ഒരു ഷോ തുടങ്ങണമെങ്കിൽ എനിക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് യൂസേഴ്സ് ഒക്കെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ഞാൻ സിനിമ അങ്ങനെ നോക്കാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇത് ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു സർക്കിളിൽ. ഇപ്പോൾ നേരത്തെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ പലരും ചിലപ്പോൾ തുടങ്ങാൻ മടിക്കുന്നത് കണ്ടേക്കണത് അവർക്ക് കൃത്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ 3 ടിപ്സ് പറഞ്ഞു കൊടുത്തായിരുന്നു എന്തൊക്കെ ചെയ്യേണ്ടത്. ഇതൊരു ഫാക്ടറായിട്ട് കാണുന്നുണ്ടോ? നമുക്ക് കൃത്യമായിട്ടുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതൊരു ഹിൻഡ്രൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ കുറേ പേര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ട്രാൻസിഷൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഫോണിൽ ചെയ്യുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. അതിന് റിംഗ് ലൈറ്റ് വേണം, പിന്നെ അത് പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, നമുക്ക് തന്നെ പോസ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയും ക്വാളിറ്റി ആയിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വന്നിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇനി ഇപ്പോൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നും. ലൈക്ക് ട്രാൻസിഷൻ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് എക്യുപ്മെൻറ്റും അതുപോലെ തന്നെ ലൈറ്റിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാണ്ട് ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരേപോലെ തന്നെ ഒരു കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഡിയൻസിനും അത് ഒരുമാതിരി മടുപ്പാവും. ഇത് തന്നെയാണ് അങ്ങനെ. അപ്പം നമുക്ക് ഇടയ്ക്ക് വേറെ രീതിയിൽ ഡാൻസ് ചെയ്യണം, അതേപോലെ തന്നെ ഈ ട്രാൻസിഷൻ ചെയ്യണം. ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റാകുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് നല്ല എക്യുപ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടത്തില്ല, ലൈറ്റിംഗ് ഇഷ്ടപ്പെടുള്ളൂ. അപ്പം അങ്ങനത്തെ അതൊരു ഹിൻഡ്രൻസ് അല്ല, നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് ഇല്ലാണ്ട് തുടക്കത്തിൽ അതൊരു പ്രോബ്ലം അല്ല. പിന്നെ നമുക്ക് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറേ അധികം കാര്യങ്ങൾ ഷെയർ ചെയ്തു. മേ ബി ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ. കാരണം അവർ പലരും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സണലി എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്, എങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാന്നൊക്കെ ഉള്ളത്. ഈവൻ ഞങ്ങളുടെ ടീമിലും ചെറിയ ചെറിയ രീതിക്കുള്ള പല നിഷേസിൽ സ്പെസിഫിക് ആയിട്ട് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ പലരും നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ, ഇതേപോലെ എക്യുപ്മെൻറ്റ്സ് ഇല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പേടി, കൺസിസ്റ്റൻസി കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റാനുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതൊക്കെ തരണം ചെയ്ത് ഇവർക്കും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാം. ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതേപോലെയുള്ള പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നമ്മുടെ ചാനലിലേക്ക് ഇനി വരുന്നതായിരിക്കുള്ളൂ. അവരുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഉള്ള അവസരം ഞങ്ങളോട് ഒരുക്കി തരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.